ഹൈന്ദവ സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും പ്രതിഷേധങ്ങൾ ഉയർന്നതിനിടയിൽ വിവാദമായ അഖില ലോക അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. ഇന്ന് രാവിലെ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ സ്വാഗത സംഘ രൂപീകരണം നടക്കുന്നുണ്ട്. അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ ഹൈന്ദവ സംഘടനകൾ വിമർശനം ഉയർത്തുന്നതിനിടയിലാണ് സ്വാഗത സംഘ രൂപീകരണം നടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. വിവരങ്ങളുമായി മിഥുൻ മുരളിയാണ് നമുക്കൊപ്പം ചേരുന്നത്. മിഥുൻ, നമുക്കറിയാം ഹൈന്ദവ സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നിലുണ്ട്. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയങ്ങളുണ്ട് എന്നല്ല, സർക്കാരിന്റെ ലക്ഷ്യം ശരിയല്ല എന്ന് തന്നെ അവർ തുറന്ന് പറയുന്നുമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ സ്വാഗത സംഘ രൂപീകരണവുമായി മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഗി, സെപ്റ്റംബർ മാസം 3-ാം വാരമാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഈ ഉദ്ദേശശുദ്ധിയിൽ വലിയ സംശയങ്ങളാണ് ഇടവരുത്തുന്നത്. സർക്കാർ വിദേശ മലയാളികളിൽ നിന്നടക്കം സാമ്പത്തിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ശബരിമലയുടെ പേരിൽ ഭക്തജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കാര്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അയ്യപ്പ ഭക്ത സംഘടനകളും ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളും എല്ലാം ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനം. ഇതുപോലെയുള്ള ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഹൈന്ദവ സംഘടനകളുമായിട്ടുള്ള കൂടിയാലോചനകൾ ആവശ്യമാണ് എന്നുള്ളത് പ്രധാന കാര്യമാണ്. പക്ഷേ ഒരു ഹൈന്ദവ സംഘടനകളുമായോ അയ്യപ്പ ഭക്ത സംഘടനകളുമായോ ഒന്നും യാതൊരുവിധ കൂടിയാലോചനകളും കൂടാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ലോക അയ്യപ്പ ഭക്ത സമ്മേളനവുമായി സർക്കാർ നേരിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് സ്വാഗത സംഘ രൂപീകരണം പമ്പയിൽ നടക്കും. ഈ പമ്പയിൽ നടക്കുന്ന സ്വാഗത സംഘ രൂപീകരണത്തിൽ ദേവസ്വം മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ള മറ്റ് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുമ്പോൾ, ജനപ്രതിനിധികളും ജില്ലാ കളക്ടറും പങ്കെടുക്കുമ്പോൾ ഒരു അയ്യപ്പ സംഘടനയിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളിൽ നിന്നുള്ള യാതൊരു ആളുകളെയും ഈ ഒരു സ്വാഗത സംഘ രൂപീകരണത്തിലേക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ അയ്യപ്പ ഭക്ത സംഗമവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കൂടിയാലോചനകൾ, അതിൻ്റെയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഹൈന്ദവ സംഘടനകളെ ഉൾക്കൊള്ളിക്കാതെ ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി ഇത്തരം അയ്യപ്പ ഭക്ത സമ്മേളനം നടത്തണം എന്നുള്ള കാര്യവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് സംശയത്തിന് ഇടവരുത്തുന്നു. ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശക്തിയിൽ വ്യക്തത ഇല്ലാതെ നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും സാമ്പത്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം തന്നെയാണ് ഇതിന് പിന്നിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഹൈന്ദവ സംഘടനകൾ, ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന കാര്യം. BJP നേതാവ് കുമ്മനം രാജശേഖരനും ഇക്കാര്യം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക നേട്ടം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ലക്ഷ്യം, അത് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ധാരാളം ഭക്തജനങ്ങൾ, ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ വർഷവും സന്നിധാനത്തേക്ക് എത്തുന്നത്. ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങൾ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ അംഗീകരിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരിൽ നിന്നുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം, കൂടുതൽ വരുമാനം ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തിക്കുക, അത്തരത്തിലുള്ള അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉന്നമിച്ചുകൊണ്ടുള്ള ഒരു കാര്യവുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട വിമർശനമായി ഉയരുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹൈന്ദവ സംഘടനകൾ നേരത്തെ പലതവണ ഇത്തരത്തിലുള്ള അയ്യപ്പ ഭക്ത സംഗമങ്ങൾ നടത്തുകയും നിരവധിയായിട്ടുള്ള ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ സർക്കാർ യാതൊരുവിധ സഹായമോ സഹകരണമോ നൽകാതെ ആചാര അനുഷ്ഠാനങ്ങളെ തള്ളിക്കളയുന്നതിന് വേണ്ടി, അതിനെല്ലാം ചവിട്ടിമെതിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയ സംസ്ഥാന സർക്കാർ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു അയ്യപ്പ ഭക്ത സമ്മേളനവുമായി മുന്നോട്ട് പോകുന്നത്? അതും ഹൈന്ദവ സംഘടനകളും ആയിട്ടൊന്നും ഒരു കൂടിയാലോചനകളും നടത്താതെ ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു സംശയത്തിന് ഇടവരുത്തുന്ന കാര്യമായി നിലനിൽക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഗിമ്മിക്കാണ് ഈ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഉയർന്നു വരുന്നത്. മതേതരനായിട്ടുള്ള ഒരു മന്ത്രിക്ക്, അത് ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് സർക്കാർ നേരിട്ട് ഇത്തരത്തിലുള്ള ഭക്തരുടെ സംഗമം നടത്തുമ്പോൾ, മന്ത്രി നേരിട്ട് ഇതിൽ ഇടപെടുമ്പോൾ മതേതരനായ മന്ത്രിക്ക് എങ്ങനെയാണ് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരികയും ചെയ്യുന്നു. ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നിരവധി അയ്യപ്പ സംഘടനകൾ കാലങ്ങളോളം സന്നിധാനത്ത് പ്രവർത്തിച്ചിരുന്നു. ഇത്തരത്തിലുള്ള സംഘടനകളെ ഓരോ ഘട്ടത്തിലായിട്ട് ശബരിമലയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പൂർണ്ണമായും അയ്യപ്പ സംഘടനകളെ ശബരിമലയിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നേരിട്ട് സംസ്ഥാന സർക്കാർ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു വിമർശനമായി ഉയർന്നു വരികയും ചെയ്യുന്നു. എന്തായാലും അയ്യപ്പ ഭക്ത സംഘടനകൾക്കിടയിൽ നിന്ന്, ഹൈന്ദവ സംഘടനകൾക്കിടയിൽ നിന്ന് വലിയ വിമർശനമാണ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്, വലിയ ദുരൂഹതയുണ്ട് എന്നുള്ള
എന്നുള്ളത് ആവർത്തിച്ച് ഉറപ്പാക്കിക്കൊണ്ടാണ് ഹൈന്ദവ സംഘടനകളെല്ലാം പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. നേരത്തെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ നീക്കങ്ങൾ വലിയ മുറിവുകളാണ് വിശ്വാസികൾക്ക് ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം മുറിവുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാരിൻ്റെ ഈ നീക്കത്തിലുള്ള ദുരുദ്ദേശത്തെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ഓർമ്മിപ്പിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. നിരവധിയായ ഭക്തജനങ്ങൾക്ക് ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജയിലിലടക്കപ്പെടേണ്ടി വന്നു. അവർക്ക് നിരവധിയായിട്ടുള്ള ഈ നാമജപ ഘോഷയാത്ര അടക്കമുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതിരോധിക്കേണ്ടി വന്നു. നിരവധിയായ കേസുകൾ ഇപ്പോഴും പല പോലീസ് സ്റ്റേഷനുകളിലും ഭക്തജനങ്ങളുടെ പേരിൽ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരത്തിലിറങ്ങിയതിൻ്റെ പേരിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിരവധിയായിട്ട് ഈ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് മേലിൽ, അയ്യപ്പ ഭക്തരുടെ വിശ്വാസങ്ങൾക്ക് മേലിൽ അവഹേളനം നടത്തിയ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് പിന്നിലുള്ള ദുരുദ്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഹൈന്ദവ സംഘടനകൾ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നത്. ഒപ്പം സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം, ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അത് യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന തരത്തിലുള്ളതാണ് എന്നുള്ളതിരിക്കെ ആചാര അനുഷ്ഠാനങ്ങളെ അവഹേളിക്കുന്ന ഇതുവരെയും ഹൈന്ദവ സംഘടനകൾ സംസ്ഥാനത്തുടനീളം വിവിധ തരത്തിലുള്ള അയ്യപ്പ ഭക്ത സംഗമങ്ങൾ നടത്തിയപ്പോഴൊന്നും അതിനെയൊന്നും പിന്തുണയ്ക്കാതിരുന്ന, അതിനെല്ലാം അവഹേളിച്ച് മാറ്റി നിർത്തിയിരുന്ന സംസ്ഥാന സർക്കാർ ഇപ്പോൾ എന്തിന് ഇങ്ങനെയൊരു അയ്യപ്പ ഭക്ത സംഗമവുമായി, അതും ഹൈന്ദവ സംഘടനകളൊന്നുമായി ഒരു കൂടിയാലോചനകളും നടത്താതെ ഇന്ന് നടക്കുന്ന ഈ സ്വാഗത സംഗമ രൂപീകരണത്തിൽ പോലും ഒരു ഭക്ത സംഘടനകളെയും പങ്കെടുപ്പിക്കാതെ ഇങ്ങനെയൊരു നീക്കവുമായി മുന്നോട്ട് പോകുന്നതാണ് സംശയത്തിന് ഇടവരുത്തുന്നത്. അത് ദുരുദ്ദേശമാണ്. അതിന് പിന്നിൽ സാമ്പത്തിക നേട്ടമാണ് ലക്ഷ്യം. ഒപ്പം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർക്കാരിൻ്റെ ഹൈന്ദവ വോട്ടുകൾ കണ്ണുവെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് എന്നുള്ള വിമർശനമാണ് വ്യാപകമായി ഉയർന്നു വരുന്നത്. എന്തായാലും ഹിന്ദു ഐക്യവേദി അടക്കമുള്ള എല്ലാ ഹൈന്ദവ സംഘടനകളും ഈ ഒരു വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. സെപ്റ്റംബർ മാസം 3-ാം വാരമാണ് പമ്പയിൽ ലോക അയ്യപ്പ സംഗമത്തിന് സർക്കാർ കളം ഒരുക്കുന്നത്. മിഥുന, അതുപോലെ തന്നെ തുടക്കം മുതലേ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. ഒരു രഹസ്യ സ്വഭാവം നേരത്തെ മുതൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടി നടക്കാൻ വേണ്ടി പോവുകയാണ്. ഹൈന്ദവ സംഘടനകൾക്കൊന്നും തന്നെ ക്ഷണമില്ല എന്നാണ് ഹിന്ദു ഐക്യവേദി അടക്കം നേരത്തെ പ്രതികരിച്ചിരുന്നത്. ഇത് ആരൊക്കെയാണ് ഇന്ന് പങ്കെടുക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? അത്തരത്തിൽ ആർക്കൊക്കെ ക്ഷണം ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്? കാരണം നേരത്തെ ബിന്ദു അമ്മിണിയെ പോലുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും, ഞങ്ങൾ എത്തും, നിങ്ങൾ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് പോസ്റ്റ് ഇട്ടിരുന്നു. അതുകൊണ്ടാണ് ഇക്കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതിന്റെ ആവശ്യകത. രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയ ചില ആളുകൾ ഈ ഒരു സർക്കാരിൻ്റെ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അത് ഇപ്പോഴും ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉണ്ടാക്കിയ ആ മുറിവുകൾ വിശ്വാസികൾക്കിടയിൽ ഉണങ്ങാതെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിനെ അന്ന് പിന്തുണച്ചുകൊണ്ട് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ശബരിമലയിൽ കയറും എന്ന് ആവർത്തിച്ച് ഭക്തരെ വെല്ലുവിളിച്ച സ്ത്രീകൾ അടക്കം ഇതിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും ആ മുറിവുകൾ ഭക്തജനങ്ങൾക്കിടയിൽ വേദന ഒരുക്കിക്കൊണ്ട് ഈ ഒരു സംഭവവും മറ്റൊരു വേദന സമ്മാനിക്കുന്നത് ഭക്തജനങ്ങൾക്ക്. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഭക്തജന സംഘടനകളെയോ ഹൈന്ദവ സംഘടനകളെയോ ഒന്നും കൂടിയാലോചനയ്ക്ക് ക്ഷണിച്ചിട്ടില്ല. ഇന്ന് നടക്കുന്ന രാവിലെ 10 മണിക്ക് പമ്പയിൽ ചേരുന്ന ആ യോഗത്തിൽ മന്ത്രി VN വാസവൻ പ്രധാനപ്പെട്ട നേതൃത്വം നൽകിക്കൊണ്ട് ഉണ്ടാകും. ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉണ്ട്, ദേവസ്വം ബോർഡ് അംഗം അജികുമാർ ഉണ്ട്, മറ്റ് ജനപ്രതിനിധികൾ പത്തനംതിട്ടയിൽ നിന്നുള്ള അടക്കമുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്, ജില്ലാ കളക്ടർ ഉണ്ട്. ഇത്രയും ആളുകളാണ് ഔദ്യോഗികമായി പങ്കെടുക്കും എന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. ഇത്രയും ആളുകളുടെ നേതൃത്വത്തിലാണ് സ്വാഗത സംഗമ രൂപീകരണം ഇന്ന് 10 മണിക്ക് പമ്പയിൽ നടക്കുന്നത്. ഇതിൽ പ്രധാന കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളിൽ നിന്നുള്ള ആരെയും പങ്കെടുപ്പിച്ചിട്ടില്ല. ഇത് സ്വാഗത സംഗമ രൂപീകരണത്തിൽ മാത്രമല്ല ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ളത് മാത്രമല്ല, നേരത്തെയും ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിവിധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴൊന്നും ഈ അടുത്ത കാലത്തൊന്നും ഹൈന്ദവ സംഘടനകളുമായിട്ടുള്ള കൂടിയാലോചനകൾ സർക്കാർ നടത്തുന്നതില്ല എന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഹൈന്ദവ സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. സമാനമായി തന്നെ ഇത്തവണയും ഈ ലോക അയ്യപ്പ സംഗമം പമ്പയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും ഹൈന്ദവ സംഘടനകളെ അറിയിച്ചിട്ടില്ല. ഹൈന്ദവ സംഘടനകളുമായി നേതൃത്വവുമായി സർക്കാർ കൂടിയാലോചനകൾ നടത്തിയിട്ടില്ല. ഇന്ന് ചേരുന്ന ഈ സ്വാഗത സംഗമ രൂപീകരണത്തിലും ഈ ഹൈന്ദവ സംഘടനകളിൽ നിന്നുള്ള ഒരു പ്രതിനിധിയെയും പങ്കെടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം, ആരോപണം ചൂണ്ടിക്കാട്ടേണ്ടത്. ഒപ്പം തന്നെ ശരി മിഥുൻ, അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധങ്ങൾ കടുക്കുന്നതിനിടയിൽ പോലും വിവാദമായ അഖില ലോക അയ്യപ്പ ഭക്ത സംഘവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ സ്വാഗത സംഘ രൂപീകരണം
നടക്കുകയാണ്. അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ ഹൈന്ദവ സംഘടനകൾ വിമർശനവും സംശയങ്ങളും ഉന്നയിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സ്വാഗത സംഗമം രൂപീകരിക്കുന്നത് എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകിയത് മിഥുൻ മുരളിയാണ്. അതോടൊപ്പം തന്നെ ചില പ്രേക്ഷകർ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുന്നത് ഇങ്ങനെയാണ്. അജിത് ഭാസ്കർ എന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത്, കേരളത്തിലെ എല്ലാ റോഡുകളും തകർന്നു, മരുമകൻ ഇതെല്ലാം നന്നാക്കി തരാൻ നോക്കുക, അല്ലാതെ അയ്യപ്പസ്വാമിയുടെ പ്രശസ്തി ലോകോത്തരമാണ്, അതിന് സർക്കാരിന്റെ സഹായം വേണ്ട എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ഉഷ നെല്ലൂർ എന്ന പ്രേക്ഷക ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഇതിൽ വിശ്വാസികളായ അയ്യപ്പ ഭക്തർ പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ പങ്കെടുക്കില്ല എന്ന് വിശ്വസിക്കുന്നു എന്നാണ്. അത്തരത്തിലാണ് ഹൈന്ദവ സംഘടനകൾ പ്രതികരിക്കുന്നതും. ഒപ്പം ഇടതുപക്ഷം എല്ലാവരെയും കബളിപ്പിക്കുന്നു എന്ന് ശശി സിയാർ എന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരത്തിലാണ് നമുക്ക് വരുന്ന പ്രതികരണങ്ങളും. എന്തായാലും കൂടുതൽ പ്രേക്ഷകരുടെ കമന്റുകളിലേക്കും വാർത്തകളിലേക്കും ഒക്കെ തന്നെ നമുക്ക് വരാം. അതിനു മുൻപൊരു